പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിനിടെ സുപ്രധാനമായ കരാറുകളിൽ ആണ് ഒപ്പുവെച്ചത്. പ്രതിരോധം മാത്രമല്ല, ഊർജം, സാങ്കേതികവിദ്യ തുടങ്ങിയ നിർണായകമായ മേഖലകളിൽ ആണ് ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ എണ്ണ ശേഖരണ ശേഷി വർദ്ധിപ്പിക്കാനും LPGയുടെ ദീർഘകാല വിതരണം ഉറപ്പാക്കാനും ഇതുവഴി സാധ്യമാകും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. മായ കൂടിക്കാഴ്ചയായിരുന്നു നടന്നത്. പ്രത്യേകിച്ച് ഈ UAE എന്നത് ഒപ്പക് രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തുപോയ സാഹചര്യം ഉണ്ട്. അത് യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം അനിശ്ചിതമായി തുടരുന്ന സാഹചര്യത്തിൽ ആയിരുന്നു ഒപ്പക് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് UAE പുറത്തുപോയത്. പൊതുവിൽ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില നിശ്ചയിക്കുന്നത് ഒപ്പക് രാഷ്ട്രങ്ങളാണ്. പക്ഷേ രാജ്യ താൽപ്പര്യം ആണ് പ്രധാനമെന്നും അതുകൊണ്ട് തന്നെ ചെലവ് ചുരുക്കി എണ്ണ ഉൽപ്പാദിപ്പിക്കുമെന്നും ആ ചെലവ് ചുരുക്കലിലൂടെ ഉണ്ടാകുന്ന നേട്ടം അത് വിപണിയിൽ മറ്റ് രാജ്യങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും UAE വ്യക്തമാക്കിയതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രധാനപ്പെട്ടതായി മാറുന്നത്. അജയ് സുധാ ബിജുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അജയ്, ഇന്ത്യക്ക് ഏറ്റവും ചുരുങ്ങിയ വിലയിൽ എവിടെ നിന്ന് എണ്ണ ലഭിക്കുമോ അവിടെ നിന്ന് ഇന്ത്യ അത് വാങ്ങും എന്നതാണ് പലപ്പോഴായി ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒപ്പക് രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള UAE സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വിലയേക്കാൾ താഴ്ന്ന നിരക്കിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കാൻ സാധിച്ചേക്കാം. എന്താണ് ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം? അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിൻ്റെ മറ്റു വിവരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നെതർലാൻഡ്സിലാണ് സന്ദർശനം നടത്തുന്നത്. ഇന്നലെ ഒരു ദിവസമായിരുന്നു അദ്ദേഹം UAEയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ദിവസത്തെ സന്ദർശനമായിരുന്നുവെങ്കിലും വളരെ സുപ്രധാനമായിട്ടുള്ള കരാറുകളിൽ ഉൾപ്പെടെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ നിലവിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ UAE കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒപ്പക്കിൽ നിന്ന് പുറത്തു പോയിരുന്നു. അവരുടെ എണ്ണ ഉൽപ്പാദന ശേഷിയുടെ അത്രയും പൂർണ്ണ തോതിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പലതരം നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും മറ്റ് പ്രാദേശിക പ്രശ്നങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UAE ഒപ്പക്കിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. ഇതോടെ സൗദി അറേബ്യയുടെ ഒരു അപ്രമാദിത്വം അതിന് അന്ത്യം കൊടുക്കുക തന്നെയാണ് UAE ഇതിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ UAEയുടെ ഇപ്പോൾ ഏഷ്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഹൃദ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഗൾഫ് നാടുകളിലെ ഏറ്റവും കൂടുതൽ ബന്ധം ചരിത്രപരമായി തന്നെ വെച്ച് പുലർത്തിയിരുന്നത് UAEയോടാണ്. അപ്പോൾ ഈ ഒപ്പക്കിൽ നിന്ന് UAE പുറത്തുപോയ ഈ സാഹചര്യം അത് ഉപയോഗപ്പെടുത്തുക തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വഴി ലക്ഷ്യമിട്ടിരുന്നത്. അപ്പോൾ അതുകൂടി മുന്നിൽ കാണുന്ന വിധത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള പല കരാറുകളിലും നിലവിൽ ഇന്ത്യയും UAEയുമായി ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ UAE ആകെ $5 ബില്യൺ നിക്ഷേപങ്ങൾ ഇനി വരും വർഷങ്ങളിൽ നടത്താനാണ് നീക്കമിടുന്നത്. ഇതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കം ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഇന്ത്യയുടെ ഒരു കരുതൽ ഭൂഗർഭ ഈ ക്രൂഡ് ഓയിൽ ശേഖരത്തിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ള വിദേശ പങ്ക് വഹിക്കുന്നത് അബുദാബി നാഷണൽ ഓയിലാണ്. അപ്പോൾ അവരുമായിട്ടുള്ള നിലവിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒപ്പിട്ട കരാർ പ്രകാരം ധാരണയായിട്ടുണ്ട്. ഇതുവഴി കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുക, അതുപോലെ ഇന്ത്യക്ക് വിശ്വാസകരമായിട്ടുള്ള ദീർഘകാലത്തേക്കുള്ള ഒരു ക്രൂഡ് ഓയിൽ വിതരണം അത് എല്ലാ കാലത്തും ഉറപ്പാക്കുക, അതുപോലെ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ അതിന് സ്ഥിരമായിട്ടുള്ള അതായത് ഒരു പരിധിക്ക് അളവിൽ കുറയാത്ത തരത്തിലുള്ള വിതരണം അത് ഇന്ത്യയിലേക്ക് ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഈ ഇറാൻ അജയ് തന്നെ തുടരുന്നുണ്ട്. അജയ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഈ യുദ്ധം വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമെന്നത് ഈ എണ്ണയുടെ ഇറക്കുമതി കുറഞ്ഞു എന്നുള്ളതാണ്. എണ്ണയുടെ ലഭ്യത കുറയുന്നു ഒരു ഭാഗത്ത്, ഒപ്പം എണ്ണയുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിക്കുന്നു. അതിന് പരിഹാരം കൂടി കണ്ടെത്തുക. ഒപ്പം ആഗോളതലത്തിൽ തന്നെ ഈ വ്യാപാര മേഖലകളിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള സന്ദർശനം അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്.
തീർച്ചയായിട്ടും ഇപ്പോൾ ഇക്കാര്യത്തിൽ തന്നെയുള്ള ഈ സുപ്രധാനമായിട്ടുള്ള കരാറുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഇറാൻ സംഘർഷം കാരണം ഇന്ത്യയിലേക്കുള്ള ഈ LPGയുടെയും അതുപോലെ തന്നെ മറ്റ് അസംസ്കൃത എണ്ണയുടെയും ഒഴുക്ക് അത് ഗണ്യമായി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കാരണം വൻ വിലവർധന ഉൾപ്പെടെ ഇപ്പോൾ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു അവസ്ഥ ഒഴിവാക്കാനാണ് സ്ഥിരമായിട്ടുള്ള ഒരു എണ്ണ വിതരണം അത് രാജ്യത്ത് ഉറപ്പാക്കേണ്ട ആവശ്യകത അത് നിലവിൽ വർദ്ധിക്കുന്നത്. UAEയുമായിട്ടുള്ള പങ്കാളിത്തത്തോടെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യകത അത് തന്നെയാണ് ഇന്ത്യ നിറവേറ്റുന്നത്. അതായത് ഇന്ത്യക്ക് വിശ്വാസകരമായിട്ടുള്ള ഒരു പാർട്ട്ണർ വഴി സ്ഥിരമായിട്ടും സുസ്ഥിരമായിട്ടുള്ള ഒരു എണ്ണ വിതരണം ഇന്ത്യയിലേക്ക് അത് അളവ് ഒരിക്കലും കുറയാത്ത രീതിയിലുള്ള ഒരു എണ്ണ വിതരണം ഉറപ്പാക്കാൻ UAEയുമായിട്ട് ഒപ്പിട്ട ഈ കരാർ വഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ LPGയുടെ ഒരു അളവ് രാജ്യത്ത് വലിയ രീതിയിൽ ഈ LPG ക്ഷാമം നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് ഒപ്പിട്ട കരാർ പ്രകാരം ഇന്ത്യയിലേക്ക് LPGയും കൂടുതലായിട്ട് വൻതോതിൽ എത്തിക്കും. ഇത് ഒരു കുറവ് വരാത്ത രീതിയിൽ സ്ഥിരമായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു വിതരണം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആകെ LPG ഉപഭോഗത്തിൻ്റെ ഏതാണ്ട് 40% ഇതിലൂടെ നിറവേറ്റാൻ കഴിയുമെന്നാണ് നിലവിലെ കരാർ വഴി പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും UAEയും തമ്മിൽ മുൻപ് ഒപ്പിട്ടിരുന്ന ഒരു വ്യാപാര കരാർ വച്ച് ഇപ്പോൾ പ്രതിവർഷം ഏതാണ്ട് $100 ബില്യൺ കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു. അത് $200 ബില്യൺ ഉയർത്തുകയും ഇരു രാജ്യങ്ങളും നിലവിൽ ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ സൈനികപരമായിട്ടുള്ള സഹകരണം അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നിരവധി സൈനികപരമായിട്ടുള്ള ആയുധങ്ങൾ അതുപോലെ പുതിയ ഡിഫൻസ് മെക്കാനിസം ടെക്നോളജികൾ അതിൻ്റെ എല്ലാം സംയുക്തമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അതിനുള്ള ഒരു കരാർ കൂടി ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇറാൻ ഇപ്പോൾ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു രാജ്യമാണ് UAE. അതുകൊണ്ട് തന്നെ ഒരു പ്രതിരോധ സംവിധാനം പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഡെവലപ്പ് ചെയ്യേണ്ടത് UAE സംബന്ധിച്ച് അനിവാര്യം തന്നെയാണ്. മാത്രമല്ല ഇന്ത്യക്കും നിരവധി ഭീഷണികൾ പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇരു രാജ്യങ്ങളും സംയുക്തമായി ഒരു ഡിഫൻസ് സിസ്റ്റം അത് ഡെവലപ്പ് ചെയ്യാനുള്ള അതിൻ്റെ സാങ്കേതിക വിദ്യകൾ പരസ്പരം കൈമാറാനുള്ള ഒരു ധാരണ ഉൾപ്പെടെ ഇപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല ഒരു ഗുജറാത്തിൽ ഒരു ഷിപ്പ് റിപ്പയർ ക്ലസ്റ്റർ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രവും നിലവിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് വിവരം. ഇതുവഴി സമുദ്ര മേഖലകൾ വഴിയുള്ള ഒരുപാട് ട്രാൻസ്മിഷൻ ഇതെല്ലാം എളുപ്പത്തിലാക്കാനുള്ള ഒരു കരാർ കൂടിയാണ് ഇതിലൂടെ വഴി തുറന്ന് കിട്ടുന്നത്. യെസ്, ഇതാണ് നിലവിലത്തെ പശ്ചാത്തലം. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യം വർദ്ധിച്ചു വരുന്നു. അതിനിടെയാണ് ലഭ്യതക്കുറവുണ്ടാകുന്നത്. അതേസമയം UAEക്ക് വലിയ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. അവിടെ UAEക്ക് വേണ്ടത്ര പിന്തുണ കൂടി ലഭിച്ചില്ല എന്ന പരാതി കൂടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുമായി കൂടുതൽ സഹകരണം മെച്ചപ്പെടുത്തുന്നത്.